നമസ്കാരം, എല്ലാവർക്കും ആയുർടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം മാറാനായിട്ട്, ബലക്കുറവ് മാറാൻ, നമ്മുടെ ശരീരത്തിലെ ഓജസ് വർദ്ധിപ്പിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്ന കുറുന്തോട്ടീനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ആയുർടോക്സ് ആൻഡ് ടിപ്സിൽ പറയുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് കുറുന്തോട്ടി. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട്, കുറുന്തോട്ടിക്കും വാദമോ എന്നുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കുറുന്തോട്ടിയുടെ അത്രയും ഔഷധവീര്യമുള്ള മറ്റൊരു മരുന്ന് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും നല്ലതാണ് വാദരോഗങ്ങൾക്ക് കുറുന്തോട്ടി. അപ്പം അതുകൊണ്ടാണ് ആ ചൊല്ല് തന്നെ വന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര ഒരു പ്രാധാന്യം ഈ കുറുന്തോട്ടിക്ക് പലപ്പോഴും കൊടുക്കാറില്ല. അപ്പോൾ വാദരോഗങ്ങൾക്ക് മാത്രമല്ല, മറ്റൊരുപാട് ഗുണങ്ങൾ കുറുന്തോട്ടിക്കുണ്ട്. അപ്പോൾ കുറുന്തോട്ടിക്കുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ കുറുന്തോട്ടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന 2 വിധം കഷായങ്ങൾ, അതായത് ഒന്ന് കുറുന്തോട്ടി കഷായം, അതുപോലെ തന്നെ പാൽ കഷായം, രണ്ടും ഉണ്ടാക്കുന്ന രീതികളും മറ്റുമൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ആയുർടോക്സ് ആൻഡ് ടിപ്സിൽ പറയുന്നത്. പറഞ്ഞ സസ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയ നാമം സിഡ കോഡിഫോളിയ എന്നാണ്. അപ്പോൾ ഇത് മാൽവേസിയ ഫാമിലിയിൽ പെടുന്നതാണ് കുറുന്തോട്ടി. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 4 വെറൈറ്റീസ് ഉണ്ട് പ്രധാനമായിട്ട്. അപ്പോൾ ഇതിൽ തന്നെ സിഡ റോംബിഫോളിയ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് പല ഭാഗങ്ങളിലും കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആനക്കുറുന്തോട്ടി എന്നൊക്കെ പറയാറുണ്ട്. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു വെറൈറ്റിയാണ് കുറുന്തോട്ടിയുടെ തന്നെ. അപ്പോൾ ആനക്കുറുന്തോട്ടി എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഇല ഏകദേശം ഒരു റോംബോയിഡ് ഷേപ്പാണ്. ഒരു ആനയുടെ മസ്തകത്തിന് സാമ്യമായിട്ടിരിക്കും അതിൻ്റെ ഇലയുടെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഗ്രീനിഷ് ഗ്രേ കളറിലാണ് വരുന്നത്. വളരെ നേർമിച്ച് നീളം കൂടിയ ഒരു തണ്ടാണ് കുറുന്തോട്ടിക്ക്. അതുപോലെ തന്നെ കുറുന്തോട്ടിയുടെ പൂക്കൾ കടും മഞ്ഞ നിറത്തിൽ 5 ഇതളായിട്ടുള്ള പൂക്കളാണ് കുറുന്തോട്ടിക്കുള്ളത്. അപ്പോൾ കുറുന്തോട്ടിയുടെ വേരാണെങ്കിലും അതുപോലെ തന്നെ തണ്ടും ഇലയും എല്ലാം തന്നെ സമൂലം കഷായം വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറുന്തോട്ടിക്ക് ആയുർവേദത്തിൽ ബല എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു പേര് വരാനായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരബലം കൂടാനായിട്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി. അതുപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരുടെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് ശരീരത്തിന് ബലം കുറഞ്ഞു പോവുക, ബലക്ഷയം ഉണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെയുള്ള കേസിൽ കുറുന്തോട്ടിയുടെ വേര് മാത്രമായിട്ടോ അതല്ലെങ്കിൽ കുറുന്തോട്ടി മുഴുവനായിട്ട് സമൂലം കഷായം വെച്ചിട്ടൊക്കെ കഴിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിന് ബല എന്നുള്ള പേര് വരാൻ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു കുറുന്തോട്ടി നിങ്ങൾ പറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെയധികം ഈ ഒരു വേര് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കും കുറുന്തോട്ടിയുടെ. വളരെ പ്രയാസമാണ് കുറുന്തോട്ടി പറിച്ചെടുക്കാനായിട്ട്, അത്രയും ബലത്തിലായിരിക്കും അത് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പം അതുകൊണ്ടും കൂടിയാണ് കുറുന്തോട്ടിക്ക് ബല എന്നുള്ള പേര് വന്നത്. മരുന്നുകളുടെ പ്രധാന ചേരുവയാണ് കുറുന്തോട്ടി. പ്രത്യേകിച്ച് വാദസംബന്ധമായിട്ടുള്ള പല മരുന്നുകളുടെയും ഒരു പ്രധാന ചേരുവയാണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ബലാതൈലം, ബലാലാക്ഷാദി തൈലം, ക്ഷീരബല തൈലം, ബലാരിഷ്ടം, ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാന ചേരുവയായിട്ട് വരുന്നത് കുറുന്തോട്ടിയാണ്. അപ്പോൾ കുറുന്തോട്ടി നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് 2 ഫോർമുലേഷനാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് കുറുന്തോട്ടി കഷായം വെച്ച് കഴിക്കാം, അതുപോലെ തന്നെ കുറുന്തോട്ടി പാൽ കഷായം ഉണ്ടാക്കാം. ഇത് രണ്ടും നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെയധികം ശരീരത്തിന് ബലം തരുന്നതും ഒരുപാട് ഒട്ടനവധി ഗുണങ്ങൾ ഈ 2 കഷായത്തിനും, കുറുന്തോട്ടി കഷായത്തിനാണെങ്കിലും കുറുന്തോട്ടി പാൽ കഷായത്തിനാണെങ്കിലും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് കുറുന്തോട്ടി കഷായം ഉണ്ടാക്കുക നോക്കാം. കുറുന്തോട്ടി കഷായം ഉണ്ടാക്കാനായിട്ട് കുറുന്തോട്ടിയുടെ വേര് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം വേര് നന്നായിട്ട് ചതച്ചതിന് ശേഷം ഈ ഒരു വേര് ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പം 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കുറുക്കിയെടുത്ത് 1 ഗ്ലാസ് ആവുന്നത് വരെ നന്നായി കുറുക്കിയെടുക്കണം. ഈ കുറുക്കിയെടുക്കുന്ന ഇതാണ് കുറുന്തോട്ടി കഷായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഷായം ഒരു 50 മില്ലി വെച്ചിട്ട് ദിവസേന കഴിക്കാവുന്നതാണ്. പല അസുഖങ്ങൾക്കും യുക്തിപൂർവ്വം ഇത് ഉപയോഗിക്കാം. രണ്ടാമത്തേതാണ് കുറുന്തോട്ടി പാൽ കഷായം. അപ്പോൾ കുറുന്തോട്ടി പാൽ കഷായം എന്ന് പറയുന്നത് കുറുന്തോട്ടിയുടെ വേര് ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒന്ന് ചതച്ച് അതൊരു കിഴിയാക്കി കെട്ടിയെടുക്കണം. ഒരു കോട്ടൺ തുണിയിൽ കിഴിയാക്കിയിട്ട് ഈ ഒരു ചതച്ച വേര് കെട്ടിയെടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് പാലും അതുപോലെ തന്നെ 5 ഗ്ലാസ് വെള്ളവും കൂടിയ മിശ്രിതം ഒരു ചെറിയൊരു മൺചട്ടിയിൽ എടുത്തതിന് ശേഷം ഈ കിഴിയാക്കി കെട്ടിവെച്ച കുറുന്തോട്ടിയുടെ വേര് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ ഇതിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ഇത് കുറുകി 1 ഗ്ലാസ് ആവുന്നതാണ് കുറുന്തോട്ടി പാൽ കഷായം. അപ്പോൾ ഈ കുറുന്തോട്ടി കഷായത്തിനാണെങ്കിലും കുറുന്തോട്ടി പാൽ കഷായത്തിനാണെങ്കിലും ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ പുരുഷന്മാർക്ക് ലൈംഗിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ കുറുന്തോട്ടി കഷായം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കുറുന്തോട്ടി കഷായമായിട്ട് വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കൈകാല വേദനയുള്ളവർക്ക്, സന്ധി വേദനയുള്ളവർക്ക്, ഓസ്റ്റിയോപോറോസിസ് ഉള്ളവർക്ക്, അവർക്കൊക്കെ തന്നെ കുറുന്തോട്ടി കഷായം നല്ലതാണ്. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശരീരത്തിന് ബലക്കുറവുള്ളവർക്ക് അവർക്കും ഈ ഒരു കുറുന്തോട്ടി കഷായം വെച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ്.
ഇനി അടുത്തതെന്ന് പറയുന്നത് കുറുന്തോട്ടി പാൽ കഷായമാണ്. കുറുന്തോട്ടി പാൽ കഷായം ഏറ്റവും നല്ലൊരു കേസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വെള്ളപോക്കിനാണ്. അവർക്ക് കുറുന്തോട്ടി പാൽ കഷായം വെച്ച് കഴിക്കാം. അതുപോലെ തന്നെ പ്രസവരക്ഷയുടെ സമയത്ത് സ്ത്രീകൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി പാൽ കഷായം. പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ശരീരവേദന, അതുപോലെ തന്നെ നീർക്കെട്ട്, അവർക്കുണ്ടാകുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, ഇതിനൊക്കെ തന്നെ ഈ ഒരു കുറുന്തോട്ടി പാൽ കഷായം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലൊരു മരുന്നാണ്. കുട്ടിയുടെ വേര് ചതച്ചെടുത്ത് അതിൻ്റെ നീരെടുത്തതിന് ശേഷം വേദനയുള്ള ഭാഗത്ത്, ഇപ്പോൾ സന്ധികളിലൊക്കെ വേദനയുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇത് പുരട്ടിയിടുന്നത് നല്ലതാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചതവുകൾ ഉണ്ടെങ്കിൽ അവിടെയും ഈ ഒരു കുറുന്തോട്ടിയുടെ വേര് ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് പുരട്ടിയിടുന്നത് അതും ഉത്തമമാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുന്തോട്ടിയുടെ വേരിട്ട് തിളപ്പിച്ച വെള്ളം, ഇപ്പോൾ നമ്മുടെ ഉള്ളൻകാലിൽ ചുട്ടുനീറൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഭാഗത്ത് ഇത് ധാര കോരുന്നത്, അത്തരത്തിലുള്ള ചുട്ടുനീറലൊക്കെ മാറാനായിട്ടും വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ്. ഇതിനെല്ലാം പുറമെ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഔഷധമാണ് കുറുന്തോട്ടി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വാദം, പിത്തം ഈ 2 ദോഷങ്ങളെ ശമിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ് കുറുന്തോട്ടിക്കുണ്ട്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ കുറുന്തോട്ടിയുടെ വേരിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കുറുന്തോട്ടി വേരിട്ട് തിളപ്പിച്ച വെള്ളം സ്ത്രീകൾക്ക് പ്രസവശേഷം അവർക്ക് കുളിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഉത്തമമാണ്. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കുറുന്തോട്ടിയുടെ വേര് ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് കൂടി ചേർത്ത് കഴിക്കുന്നത് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ ശരീരത്തിന് അമിതമായ ക്ഷീണം, ബലക്കുറവ് അത്തരത്തിലുള്ള പ്രശ്നമുള്ളവർക്കാണെങ്കിലും അവർക്കും വളരെയധികം നല്ലതാണ്. പുറമെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി. മുടിക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, മുടി കൊഴിച്ചിൽ, താരൻ, അകാല നര അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി. കുറുന്തോട്ടിയുടെ തണ്ടും അതുപോലെ തന്നെ ഇലയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇത് നന്നായി അരച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഒന്നുകിൽ സാധാരണ വെള്ളം കൊണ്ടോ അതല്ലെങ്കിൽ കുറുന്തോട്ടിയുടെ വേരിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടോ മുടി നന്നായിട്ട് കഴുകണം. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസം ചെയ്താൽ മതി. അപ്പോൾ മുടി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട്, മുടി നന്നായി തഴച്ച് വളരാനായിട്ടും വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ ഒരു കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ കുറുന്തോട്ടിയുടെ കുറച്ച് ഔഷധ ഗുണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനിയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കുറുന്തോട്ടി. അപ്പോൾ കുറുന്തോട്ടിയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.